പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തി വാരി വെച്ചേക്കണതാണ്. 1 മണിക്കൂർ വെള്ളത്തിലിട്ടായിരുന്നു. എന്നിട്ട് അത് വാരിയെടുത്ത് അതിൻ്റെ വെള്ളം തോർത്തി എടുത്ത് വെച്ചേക്കണതാണ്. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ട് നമ്മുടെ പുട്ടിൻ്റെ അരിപ്പയ്ക്ക് അരിച്ചെടുക്കണം. ഇനി ഈ അരിപ്പൊടി നമുക്ക് ഈ തേങ്ങയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി ഒരു അരമണിക്കൂർ വെക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് വന്നിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഇതെടുക്കാം. ഇത് നന്നായിട്ട് തട്ടിപ്പൊത്തിയിട്ട് വെക്കണം. ഇതിങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ വെളുത്തുള്ളിയും ജീരകവും കൂടി മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. വെള്ളം ചേർത്ത് തന്നെ അരച്ചെടുക്കണം. പൊടി അരമണിക്കൂർ കഴിഞ്ഞുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടപ്പയിൽ വെച്ച് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നമ്മൾ അവലോസിനൊക്കെ വറുക്കുന്ന അത്രയും വേണ്ട. പക്ഷേ ഇത് പൊടി നന്നായിട്ട് മൂത്ത് ഇത്തിരി പയ്യെ നിറം മാറി തുടങ്ങണം. അപ്പോൾ ഇത് നമുക്ക് ഇനി വറുത്തെടുക്കാം. തീരെ കുറച്ച് വേണം വറുത്തെടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് മൂക്കണത് വരെ തീ കുറച്ച് തന്നെ ഇട്ട് വേണം വറുത്തെടുക്കാൻ. നമ്മുടെ പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇത് തീ കിടത്താം. ഇനി ഇത് വാങ്ങി വയ്ക്കാം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇതിന് വേണ്ട വെള്ളം ഉപ്പിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ കപ്പിന് 1 കപ്പ് വെള്ളം ഞാൻ തിളപ്പിച്ചെടുക്കട്ടെ. ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കാനായിട്ട് ഞാൻ ആദ്യം ജീരകവും വെളുത്തുള്ളിയും കൂടി അരച്ച് വെച്ചത് കുറച്ച് ഇട്ട് കൊടുക്കട്ടെ. നമുക്ക് കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ച് ഇളക്കിയെടുക്കാം. വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഇത് കുഴച്ചെടുക്കാമുള്ളൂ. ഇത് നമ്മൾ ഇപ്പം വെള്ളം നല്ല ചൂടായതുകൊണ്ടാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ നന്നായിട്ട് കൈകൊണ്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കണ പോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതാ നമ്മുടെ പിടിക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി ചെറിയ ഉണ്ടകളാക്കി പിടിച്ചെടുക്കാം. ഇതാ ഉണ്ട പിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് കുക്ക് ചെയ്യാനുള്ള വെള്ളം അടപ്പയിൽ വെക്കണം. ഇത് വേവിക്കാനുള്ള വെള്ളം അടപ്പയിട്ട് വെക്കാനായിട്ട് ഞാനൊരു കട്ടിയുള്ള ഒരു പാത്രത്തിൽ, അടി കട്ടി വേണം, അങ്ങനെയുള്ള ഒരു പാത്രത്തിൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് അടപ്പയിട്ട് വയ്ക്കും. ഈ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ജീരകവും വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുക്കാം. ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ഉണ്ട ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് തിളയ്ക്കട്ടെ. കാരണം നമ്മൾ ഉണ്ട ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആ തിളച്ചുകൊണ്ടിരുന്ന വെള്ളം നിൽക്കും. അപ്പോൾ ഇനി ആ ഉണ്ടയൊക്കെ ചെന്ന് അത് ചൂടായി തിളച്ച് വന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടേ നമുക്കിതൊന്ന് ഇളക്കാമുള്ളൂ. ഇല്ലെങ്കിൽ ഉണ്ടയൊക്കെ പൊടിഞ്ഞു പോകും. ഇനി നമുക്ക് ഈ ചട്ടകത്തിൻ്റെ ഈ അറ്റം കൊണ്ടൊന്ന് പയ്യെ ഇളക്കിയിട്ട് കൊടുക്കാം. അടിയിൽ ഒത്തിരി ഇളക്കരുത്, ചെറുതായിട്ടൊന്ന്, അല്ലെങ്കിൽ മൂട്ടിൽ പിടിച്ചാലോ. ഈ ഉണ്ടയൊക്കെ വെന്ത് കഴിയുമ്പോൾ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുന്നത്, പൊങ്ങി വരുന്നത് കണ്ട് അതുപോലെ പൊങ്ങി വന്നാൽ ഉണ്ടയൊക്കെ വേവായിട്ടുണ്ട്. ഉണ്ട പയ്യെ പൊങ്ങി വരുന്നുണ്ട്. ഞാൻ കുറച്ച് അരിപ്പൊടി ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 സ്പൂൺ തേങ്ങയും കൂടി ചേർത്ത് ഇളക്കി നമ്മുടെ ഉണ്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഉണ്ടയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ കലക്കി വെച്ചേക്കണ മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പിടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തീ കിടത്താം, ഇല്ലെങ്കിൽ ഇത് കുറുകിപ്പോകും. ഈ പാകത്തിന് നമ്മൾ തീ കിടത്തി കഴിഞ്ഞാൽ നമ്മൾ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ഇതായിട്ടിരിക്കും. ഇതിന് പറ്റിയ കറി ചിക്കൻ കറിയാണ്. കറി ഇല്ലേലും നമുക്ക് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.